രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാം 2025-26 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് മാർക്ക്. അപ്പോൾ ലിസൺ ശ്രദ്ധിക്കുക എന്നിട്ട് മാർക്ക് ചെയ്യുക. ഡിഡ് യു ലിസൺ ടു ദി സ്റ്റോറി? അപ്പോൾ നിങ്ങളോട് ടീച്ചർ ഒരു സ്റ്റോറി പറയും, അത് ലിസൺ ചെയ്തിട്ട് പുട്ട് എ ടിക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എ ക്രോസ് അഗെയിൻസ്റ്റ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ടിക്ക് മാർക്ക് കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള കഥയിലുള്ളതാണെങ്കിൽ അല്ലേ, സ്നെയിൽ ഫ്രോഗിനെയാണ് കണ്ടതെങ്കിൽ അല്ലേ, നിങ്ങൾ പറഞ്ഞ ടീച്ചർ പറഞ്ഞ കഥയിൽ അങ്ങനെയാണ് സംഭവിച്ചത്, കറക്റ്റാണെങ്കിൽ അതിനൊരു ടിക്ക് മാർക്ക് അല്ലേ തെറ്റാണെങ്കിൽ അതിനൊരു ക്രോസ് ഒരു ഇൻറ്റു മാർക്ക് ഇടുകയാണ് വേണ്ടത്. ടീച്ചർ എന്തോ ഒരു കഥ പറഞ്ഞു തരും, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ആ സ്റ്റോറി. ജസ്റ്റ് ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. സ്റ്റോറി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകില്ല. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക അല്ലേ. സ്നെയിൽ ഫ്രോഗിനെയാണോ കണ്ടത്, ആരെയാണ് ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ടിക്ക് ചെയ്താൽ മാത്രം മതി. മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ഡ്യൂട്ടി. സ്നെയിൽ അവൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു, തുടങ്ങി. ഹി വാസ് ഇൻ ഹിസ് ട്രാക്ടർ അവൻ്റെ ട്രാക്ടറിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക ട്രാക്ടറിലാണോ ബസ്സിലാണോ എന്നൊക്കെ ചോദ്യം ഉണ്ടാകും. അപ്പോൾ ടീച്ചർ പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. ദി ട്രാക്ടർ മൂവ്ഡ് ഓൺ ട്രാക്ടർ മൂവ് ചെയ്തു, നീങ്ങി. ക്രോക്ക് ക്രോക്ക് മിസ്റ്റർ സ്നെയിൽ ഹിയർഡ് എ സൗണ്ട് ഫ്രം ബിഹൈൻഡ്. അപ്പോൾ ബാക്കിൽ നിന്ന് ബിഹൈൻഡായിട്ട് ഒരു സൗണ്ട് ഹിയർ ചെയ്തു ക്രോക്ക് ക്രോക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടു. ഹൂ ഈസ് ദാറ്റ്? ആരാണത്? ഹി ലുക്ക്ഡ് ബാക്ക് ബാക്കോട്ട് നോക്കി, ലുക്ക് ചെയ്തു. ഹൂ വിൽ ബി ദാറ്റ്? ആരാണത്? ദാറ്റ് വാസ് എ ഫ്രോഗ്. അതാരായിരുന്നു? ഫ്രോഗ് ആയിരുന്നു. അപ്പോൾ ആരാണ്? ഫ്രോഗാണ് അല്ലേ. ആര്? സ്നെയിൽ ബാക്കോട്ട് തിരിഞ്ഞപ്പോൾ കണ്ടത് ഫ്രോഗിനെയാണ് ഫ്രോഗിനെയാണോ ട്രാക്ടറിലാണോ പോയത് അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി, ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ദി ഫ്രോഗ് വാസ് സിറ്റിംഗ് ബിഹൈൻഡ് മിസ്റ്റർ സ്നെയിൽ. സ്നെയിലിൻ്റെ ബാക്കിൽ ഫ്രോഗ് സിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇരിക്കുന്നുണ്ടായിരുന്നു. ദി ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ് ആൻഡ് റെഡ് സൺഗ്ലാസ്. അപ്പോൾ ഫ്രോഗിന് എന്തൊക്കെയാണ് ഉള്ളത്? ലോങ് ഹാറ്റ്, നീണ്ട തൊപ്പിയുണ്ട്, റെഡ് സൺഗ്ലാസ് ഉണ്ട് ആ കളറ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക എന്താണ് ചോദ്യമുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരും. ലോങ് ഹാറ്റും സൺഗ്ലാസ്, റെഡ് കൂളിംഗ് ഗ്ലാസ് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഫ്രോഗാണ് അല്ലേ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ട്രാക്ടർ. മിസ്റ്റർ സ്നെയിൽ സ്റ്റോപ്പ്ഡ് ദി ട്രാക്ടർ ആൻഡ് സ്നെയിഡ്. അപ്പോൾ സ്നെയിലിന് അത് ഇഷ്ടപ്പെട്ടില്ല. സ്നെയിൽ ട്രാക്ടർ സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ട്രാക്ടർ എൻ്റെ ട്രാക്ടറിൽ നിന്ന് പുറത്തു പോ ഗെറ്റ് ഔട്ട് ഓഫ് മൈ ട്രാക്ടർ. ദി ഫ്രോഗ് ജംപ്ഡ് ഔട്ട്. അത് കേട്ടപ്പോൾ ഫ്രോഗ് എന്താണ്? ചാടില്ലേ, ജമ്പ് ചെയ്തു. ദം ഇറ്റ് ഫെൽ ഓൺ ദി ബാക്ക് ഓഫ് എ മൗസ്. എവിടേക്കാണ് ചാടിയിട്ട് വീണത്? മൗസിൻ്റെ ബാക്കിലാണ് ഫെല്ല് ചെയ്തത്, വീണത്. ദി ഫ്രോഗ്സ് ഹാറ്റ് ഫെൽ ഇൻ വാട്ടർ. അപ്പോൾ ഫ്രോഗിൻ്റെ ഹാറ്റ് എവിടെ വീണു? വെള്ളത്തിൽ വീണു, വാട്ടറിൽ വീണു, ഫെൽ ചെയ്തു. ഓ മൈ ബാക്ക് ക്രൈഡ് ദി മൗസ്. അപ്പോൾ മൗസ് കരയാൻ തുടങ്ങി ഓ മൈ ബാക്ക്, എൻ്റെ ബാക്കിലേക്കല്ലേ വീണ്, എൻ്റെ പുറമെന്ന്, എൻ്റെ ബാക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞു. ഹേ മിസ്റ്റർ മൗസ് യു ഹാവ് എ ലെറ്റർ സെഡ് മിസ്റ്റർ സ്നെയിൽ. മിസ്റ്റർ സ്നെയിൽ എന്ത് പറഞ്ഞു മൗസിനോട്? മിസ്റ്റർ മൗസ് നിനക്കെന്താണ് ഒരു ലെറ്റർ ഉണ്ടല്ലേ, യു ഹാവ് എ ലെറ്റർ. ടു മീ? ഓ താങ്ക് യു സെഡ് ദി മൗസ്. എനിക്കോ ടു മീ, താങ്ക് യു എന്ന് മൗസ് പറഞ്ഞു, സെഡ് ദി മൗസ്. നമ്മൾ പറഞ്ഞ ആ സ്റ്റോറി ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും അതിലുള്ള സെൻറ്റൻസ് കറക്റ്റാണെങ്കിൽ നമുക്ക് ടിക്ക് ഇടാം. മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ് സ്നെയിൽ ഒച്ചെന്താണ്? ഫ്രോഗിനെ ഫ്രോഗിനെ ആയിരുന്നു കണ്ടത്, തവളയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം ഒരു ശരിയിടാം. മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ് ഫ്രോഗിനെയാണ് കണ്ടത്, ശരിയാണ്. സെക്കൻഡ് എന്താണ്? മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ജേണി ഓൺ എ സ്കൂട്ടർ. സ്നെയിൽ അവൻ്റെ ജേണി സ്കൂട്ടറിലാണോ? അല്ല ട്രാക്ടറിലാണ് അപ്പോൾ ഇത് തെറ്റാണ് കഥയിലുള്ളതല്ല. അപ്പോൾ നമുക്ക് തെറ്റിടാം, ക്രോസ് മാർക്ക് ഇടാം. സ്കൂട്ടറിലായിരുന്നു ജേണി സ്റ്റാർട്ട് ചെയ്തത്, ട്രാക്ടറിലാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദി ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ്. തവളക്ക് ഫ്രോഗിനൊരു ലോങ് നീണ്ട തൊപ്പി ഉണ്ടായിരുന്നു അതുപോലെ റെഡ് സൺഗ്ലാസും ഉണ്ട് ലോങ് ഹാറ്റ്, ഇത് ശരിയാണ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. ഫോർത്ത് വൺ, ദി ഫ്രോഗ് ഫെൽ ഓൺ എ കാറ്റ്. ഫ്രോഗ് എവിടെയാണ്? കാറ്റിൻ്റെ മുകളിലാണ് വീണത്. അവിടെ കാറ്റ് ഉണ്ടായിരുന്നോ ടീച്ചർ പറഞ്ഞ കഥയിൽ? ഇല്ല. നമ്മുടെ സ്റ്റോറിയിൽ കാറ്റ് ഉണ്ടോ? ഇല്ല. കാറ്റിൻ്റെ മുകളിലല്ല ഫ്രോഗ് ദമ്മന് ചാടി വീണത്, കാറ്റിൻ്റെ മുകളിലല്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ക്രോസ് മാർക്ക് ഇടാം, ഇൻറ്റു മാർക്ക്. ഫിഫ്ത്ത് വൺ, മിസ്റ്റർ സ്നെയിൽ ഗേവ് എ പാർസൽ ടു ദി മൗസ്. മൗസിന് മിസ്റ്റർ സ്നെയിൽ ഒരു പാർസൽ കൊടുത്തു. പാർസലാണ്, ഒരു ലെറ്ററാണല്ലേ കൊടുത്തത്. അപ്പോൾ ഇതും തെറ്റാണ്, ക്രോസാണ്. അപ്പോൾ എന്താണ് ആ കഥയിൽ നിങ്ങൾ ടീച്ചർ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളതിന് ശരിയിടാനും തെറ്റായിട്ടുള്ളത് തെറ്റിടാനും. ആദ്യത്തെ ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യമായിരിക്കും.
ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ആൻസർ ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം കോൺവെർസേഷൻ. ഇതുപോലെ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനും ചോദിക്കുന്നതാണ്. ഒരു സെൻറ്റൻസ് തരും, അതിൻ്റെ മറുപടി നമ്മൾ പറഞ്ഞാൽ മാത്രം മതി. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി ഫോക്സ് ആൻഡ് ദി ഡോഗ്. ഫോക്സും ഉണ്ട് ഡോഗും ഉണ്ട്, അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ, ഒരു കോൺവെർസേഷൻ. എന്താണ് പറഞ്ഞത്? ഫോക്സ് ചോദിക്കുകയാണ്, ഡിഡ് യു സീ എ റാബിറ്റ് അറൗണ്ട്? നീ ഇവിടെ റാബിറ്റിനെ കണ്ടോ? ഈ ചുറ്റുവട്ടത്തെങ്ങാനും ഒരു റാബിറ്റ്, ഒരു മുയലിനെ കണ്ടിരുന്നോ? അല്ലേ, ഡിഡ് യു സീ, സീ എന്ന് പറഞ്ഞാൽ കാണുക അല്ലേ. ഡിഡ് യു സീ, നീ കണ്ടിരുന്നോ? എ റാബിറ്റ്, ഒരു റാബിറ്റിനെ അറൗണ്ട്, ഇവിടെ എങ്ങാനും കണ്ടിരുന്നോ? അപ്പോൾ ഡോഗ് എന്ത് പറയും? ഒന്നെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ. അല്ലെ, ഞാൻ കണ്ടില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ കണ്ടു. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാം. അതുപോലെ ഇവിടെ എന്താണ് അല്ലേ, ഫോക്സ് ഒരു മറുപടി പറയുന്നുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഇവിടെ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ചോദ്യം എഴുതണം. ഇവിടെ എന്താണ് ആൻസർ? ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ്. അല്ലേ, അതൊരു വൈറ്റ് റാബിറ്റ് ആയിരുന്നു എന്ന് ഫോക്സ് മറുപടി പറയണമെങ്കിൽ ഈ ഡോഗ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക? അതിൻ്റെ കളർ എന്താണെന്ന് ചോദിക്കും. അപ്പോഴല്ലേ വൈറ്റ് കളറാണെന്ന് പറയണമെങ്കിൽ ചോദ്യം എന്തായിരിക്കും? കളർ എന്താണെന്ന് ചോദിക്കണം. അങ്ങനെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തേതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നോ, ഐ ഹാവ് നോട്ട് സീൻ എ റാബിറ്റ്. ഞാനൊരു റാബിറ്റിനെ കണ്ടിട്ടില്ല അല്ലേ. ഐ ഹാവ് നോട്ട് സീൻ അല്ലേ. സി ആണെങ്കിൽ നോട്ട് ഒഴിവാക്കുക, യെസ് എന്ന് പറയുക അല്ലേ. ഇവിടെ കണ്ടില്ല, കണ്ടു, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നോ, ഐ ഹാവ് നോട്ട് സീൻ എ റാബിറ്റ് അല്ലേ. ഞാൻ എന്താണ് കണ്ടില്ല, നോട്ട് സീ അല്ലേ. കണ്ടു എന്നുള്ളതിന് സി, നോട്ട് സീ എന്ന് പറഞ്ഞാൽ കണ്ടില്ല. എ റാബിറ്റ്, റാബിറ്റിനെ കണ്ടില്ല. അപ്പോൾ ഡോഗ് ചോദിക്കുക എന്ത് കളറാണ് അല്ലേ, എന്ത് കളറായിരുന്നു? വാട്ട് ഈസ് ദി കളർ ഓഫ് ദി റാബിറ്റ് അല്ലേ. ആ റാബിറ്റിൻ്റെ കളർ എന്താണ്? എന്താണ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വാട്ട് അല്ലേ, എന്താണ്? വാട്ട് ഈസ് ദി കളർ അല്ലേ, കളർ എന്താണ്? വാട്ട് ഈസ് ദി കളർ ഓഫ് ദി റാബിറ്റ്, റാബിറ്റിൻ്റെ കളർ എന്താണ്? വാട്ട് ഈസ് ദി കളർ അല്ലേ, കളർ എന്താണ്? വാട്ട് അല്ലേ. ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ് അല്ലേ. ആൻസർ എന്താണ്? അതൊരു വൈറ്റ് റാബിറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. വൈറ്റ് റാബിറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് എന്താണ് കളർ അല്ലേ, വാട്ട് ഈസ് ദി കളർ എന്ന് ചോദിക്കണം. എന്നാലേ വൈറ്റ് റാബിറ്റ് ആണെന്ന് ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദ്യം എഴുതണം. ഇനി മൂന്നാമത്തെ ചോദ്യം, ആക്ടിവിറ്റി 3, ഫൈൻഡ് ദി ഡിഫറൻസസ്. ഡിഫറൻസ്, വ്യത്യാസം കണ്ടുപിടിക്കാനാണ്. നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഈ ടേബിളിൽ എന്തൊക്കെയുണ്ട്, ഈ ടേബിളിലും എന്തൊക്കെയുണ്ട് അല്ലേ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ 3 കോക്കനട്ട്സ് ഉണ്ട്, ഇവിടെ 2 കോക്കനട്ട്സ് ആണ്. ഇവിടെ ആപ്പിൾസ് സ്മോൾ ആണ്, ഇവിടെ ബിഗ് ആപ്പിൾസ് ഉണ്ട്, ഇവിടെ മാംഗോസ് ഉണ്ട്. ഇവിടെ മാംഗോസിന് പകരം ക്യാരറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളത് അല്ലേ എന്തൊക്കെയാണ് അല്ലേ, കുറേ ഡിഫറൻസ് നമുക്ക് കാണുന്നുണ്ട്. അത് എഴുതാനാണ് പറഞ്ഞത്. പിക്ചർ നോക്കിയിട്ട് ഡിഫറൻസ് താഴെയുള്ള ബോക്സിൽ എഴുതണം. പിക്ചർ എയിൽ എന്താണുള്ളത്? ദർ ആർ 3 കോക്കനട്ട്സ് ഓൺ ദി ടേബിൾ. ടേബിളിൽ 3 കോക്കനട്ട്സ് ഇല്ലേ, 3 തേങ്ങയാണ് ഉള്ളത് അല്ലേ. ദർ ആർ അല്ലേ, അവിടെ 3 കോക്കനട്ട്സ് ഓൺ ദി ടേബിൾ. 3 കോക്കനട്ട്സ് ആണ് ടേബിളിൻ്റെ മുകളിൽ അല്ലേ. മുകളിൽ എന്ന് മീനിങ് ഓൺ അല്ലേ, ഓൺ ആണ് മുകളിൽ എന്ന് പറയുക അല്ലേ. ഇവിടെ ഈ ടേബിളിൻ്റെ മുകളിലോ ദർ ആർ ഓൺലി 2 കോക്കനട്ട്സ് ഓൺ ദി ടേബിൾ. ഇവിടെ 2 കോക്കനറ്റ് ആണ്. ദർ ആർ ഓൺലി 2 കോക്കനട്ട്സ് ഓൺ ദി ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ. ദി ആപ്പിൾസ് ആർ സ്മോൾ അല്ലേ. ഇവിടെ ആപ്പിൾസ് 2 ചെറിയ അല്ലേ, സ്മോൾ ആപ്പിൾസ് ആണ്. ഇവിടെ നോക്കൂ 2 ബിഗ് ആപ്പിളാണ്. ദി ആപ്പിൾസ് ആർ സ്മോൾ എന്നുള്ളതിന് പകരം നമ്മൾ ബിഗ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ ബിഗ് അല്ലേ, അപ്പോൾ ദി ആപ്പിൾസ് ആർ ബിഗ്. നെക്സ്റ്റ് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഡിഫറൻസ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. പിക്ചർ എയിലുള്ള വ്യത്യാസം പിക്ചർ ബിയുമായിട്ട്. ദി ജ്യൂസ് ഈസ് നിയർ ദി കോക്കനറ്റ്. ഇവിടെ ജ്യൂസ് ഗ്ലാസ് കോക്കനറ്റിൻ്റെ അടുത്താണ് അല്ലേ, നിയർ ആയിട്ടാണ്. ദി ജ്യൂസ് ഈസ് നിയർ ദി കോക്കനറ്റ്, കോക്കനറ്റിൻ്റെ അടുത്താണ്. ഇവിടെ ജ്യൂസ് ആരടുത്താണ്? ക്യാരറ്റിൻ്റെ അടുത്തല്ലേ ഉള്ളത്. ഉണ്ടോ ഡിഫറൻസ് കണ്ടോ, വ്യത്യാസം കണ്ടോ? ഇവിടെ ജ്യൂസ് ക്യാരറ്റിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ കോക്കനറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങളത് മാറ്റിയിട്ട് ഈ കോക്കനറ്റ് അല്ലല്ലോ ഇവിടെ ഉള്ളത്, ഇവിടെ ആരാ ഉള്ളത്? ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് എന്ന് എഴുതിയാൽ മതി. ദി ജ്യൂസ് ഈസ് നിയർ ദി ക്യാരറ്റ്സ്, ക്യാരറ്റ്സിൻ്റെ അടുത്താണ് ജ്യൂസ് ഉള്ളത്. ദർ ആർ ക്യാരറ്റ്സ് ഓൺ ദി ടേബിൾ, ടേബിൾ മേൽ ക്യാരറ്റ്സ് ഉണ്ട്. ദർ ആർ ക്യാരറ്റ്സ് ഓൺ ദി ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ ക്യാരറ്റ് ഉണ്ട്. ഇവിടെ ആരാണ്? ക്യാരറ്റ് ഇല്ല. ഇവിടെ ആരാ ഉള്ളത്? മാംഗോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് മാറ്റിയിട്ട് ഇവിടെ ഉള്ള ആളെ എഴുതിയാൽ മതി അല്ലേ. ഇവിടെ മാംഗോ ആണ്, അപ്പോൾ മാംഗോ എന്ന് എഴുതുക. ദർ ആർ മാംഗോസ് ഓൺ ദി ടേബിൾ അല്ലേ. ക്യാരറ്റ് മാറ്റിയിട്ട് മാംഗോസ്, 2 മാങ്ങയുണ്ട്, മാംഗോ മാത്രമല്ല 2 മാങ്ങ, അപ്പോൾ മാംഗോസ്. ദർ ആർ മാംഗോസ് ഓൺ ദി ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ ഇവിടെ മാംഗോസ് ആണുള്ളത്. ഈ ടേബിളിൽ ഗ്രേപ്സ്, മുന്തിരിക്കുലകളുണ്ട്. ഇവിടെ എന്താണുള്ളത്? മാംഗോസ് ഉണ്ട്, അല്ലെങ്കിൽ ബനാനയുണ്ട്. ഏത് വേണമെങ്കിലും ഇവിടെ എഴുതാം. അപ്പം ദർ ആർ ക്യാരറ്റ്സ് ഓൺ ദി ടേബിൾ. അതൊന്ന് ക്യാരറ്റ് മാറ്റിയിട്ട് ഗ്രേപ്സ് ആക്കിയാൽ മതി. ദർ ആർ ഗ്രേപ്സ് ഓൺ ദി ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ ഗ്രേപ്സ് ഉണ്ട്. ഇവിടെ എന്താക്കാം? ദർ ആർ ബനാനാസ് ഓൺ ദി ടേബിൾ, അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ ബനാനാസിലെ ബനാനയുണ്ട്.
ദർ ആർ ബനാനാസ് ഓൺ ദി ടേബിൾ. ടേബിളിൻ്റെ മുകളിൽ ബനാനയുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് നെയിം മാത്രം മാറ്റിയാൽ മതി. ക്യാരറ്റ് മാറ്റിയിട്ട് ഗ്രേപ്സോ, ഇവിടെ എന്താണുള്ളത്? ബനാനയുണ്ട്. അപ്പോൾ ബനാന എന്നാക്കുക. ആപ്പിൾ, മാംഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ മാംഗോ എന്നൊക്കെ ആക്കിയാൽ മാത്രം മതി. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദി പിക്ചർ, ടിക്ക് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ പിക്ചറിൽ എന്താണുള്ളത്? വാട്ട് ഈസ് ദി മങ്കി ഡൂയിങ്? മങ്കി എന്താണ് ചെയ്യുന്നത്? ബനാന കഴിക്കുകയാണ്, തിന്നുകയാണ് അല്ലേ, ഈറ്റ് ചെയ്യുകയാണ് അല്ലേ. ഈറ്റിംഗ് ആപ്പിൾ ആണോ തിന്നുന്നത്? ബനാന പ്ലക്ക് ചെയ്യുകയാണോ? അല്ല, ഈറ്റിംഗ് എ ബനാന. ബനാന ഈറ്റ് ചെയ്യുകയാണ്, കഴിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ടിക്ക് ചെയ്യാം. ഇതല്ലേ ശരിയായിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൂ ഹാസ് ദി ബിഗ്ഗർ അംബർല? ബിഗ്ഗർ അല്ലേ, ബിഗ്, വലിയ അംബർല ആർക്കാണുള്ളത്? ആർക്കാണ്? എലിഫൻറ്റിനാണ് അല്ലേ, എലിഫൻറ്റിനാണ് ഉള്ളത്. അപ്പോൾ എലിഫൻറ്റിന് ടിക്ക് ചെയ്യാം. ബിഗ്ഗർ അംബർല ഉള്ളത് ആർക്കാണ്? ഹൂ ഹാസ് ദി ബിഗ്ഗർ അംബർല? ബിഗ് അംബർല അല്ലേ, വലിയ അംബർല എലിഫൻറ്റിനാണ്. തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ദി പിക്ചർ? ഈ പിക്ചറിൽ എത്ര ഫ്ലവേഴ്സ്? ഹൗ മെനി ഫ്ലവേഴ്സ് അല്ലേ, എത്ര? ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ദി പിക്ചർ? എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1, 2, 3 അല്ലേ. ഇവിടെ 2 ഫ്ലവർ ഉണ്ട്, ഇവിടെ ഒരു ഫ്ലവർ. 1, 2, 3 ഫ്ലവേഴ്സ് ആണുള്ളത്. അപ്പോൾ 3ക്ക് നമുക്ക് ടിക്ക് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇനി ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ദി എലിഫൻറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദി ട്രീ. എലിഫൻറ്റ് മരത്തിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. സിറ്റിംഗ് അണ്ടർ ദി ട്രീ. അണ്ടർ ആയിട്ടാണോ, താഴെ ആണോ? അല്ല. ദി ബട്ടർഫ്ലൈ ഈസ് നിയർ ദി മങ്കി. ബട്ടർഫ്ലൈ മങ്കിയുടെ അടുത്താണോ? അല്ല. നിയർ ആണോ നോക്കുക. ദി റാറ്റ് ഹാസ് ആൻ അംബർല. റാറ്റിനൊരു അംബർല ഉണ്ട്, അത് ശരിയല്ലേ? റാറ്റിന് നോക്കുക, ഒരു ചെറിയ അംബർല ഉണ്ട്. റാറ്റ് ഹാസ് ആൻ അംബർല, അത് ശരിയാണ്. ബട്ടർഫ്ലൈ മങ്കിയുടെ അടുത്തുണ്ടോ? ഇല്ല, തെറ്റാണ് അല്ലേ. എലിഫൻറ്റ് ട്രീൻ്റെ അണ്ടറാണോ? താഴെ അല്ല അല്ലേ. അപ്പോൾ എന്താണ്? റാറ്റിനൊരു അംബർല ഉണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ശരിയായതുകൊണ്ട് നമുക്ക് ദി റാറ്റ് ഹാസ് ആൻ അംബർല എന്ന് കൊടുക്കാം. ഫിഫ്ത്ത് വൺ. വൈ ഈസ് ദി മങ്കി ഹാപ്പി? എന്തുകൊണ്ടാണ് മങ്കി ഹാപ്പി ആയിട്ടുള്ളത്, സന്തോഷത്തിലുള്ളത്? വൈ, എന്തുകൊണ്ടാണ്? ഈസ് ദി മങ്കി ഹാപ്പി? മങ്കി സന്തോഷിക്കുന്നത് അല്ലേ, സന്തോഷത്തിലാവാൻ കാരണം എന്താണ്? ഹീ പ്ലക്ക്ഡ് ദി ഫ്ലവർ. ഫ്ലവർ പറിച്ചതിനാലാണോ? അല്ല. ഹീ ഗോട്ട് എ ബനാന അല്ലേ, അവനൊരു ബനാന ഉണ്ട് കയ്യിൽ, അതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. ഹി ഹാസ് എൻ അംബർല. അംബർല ഉള്ളത് കൊണ്ടാണ്. അംബർല ഇല്ല അല്ലേ, ബനാനയാണുള്ളത്, അതുകൊണ്ടാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഹീ ഗോട്ട് എ ബനാന അല്ലേ, പിക്ചറിൽ ഒരു ബനാന ഉണ്ട്, അതുകൊണ്ടാണ് ഹാപ്പി ആയിട്ടുള്ളത്. നെക്സ്റ്റ് 5ാമത്തെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി 5. ഡിസ്ക്രിപ്ഷൻ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് സ്യൂട്ടബ്ലി. ഇപ്പോൾ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാൻ ഇവിടെ താഴെ ബോക്സിൽ വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അല്ലേ, ഇതിൽ നിന്ന് എടുത്ത് ഇവിടേക്ക് എഴുതിയാൽ മാത്രം മതി. ആൻഡ്, കോക്കനട്ട്, ഫിഷ്, സ്മോൾ, ബേർഡ്, ഐ ആം, ക്യാരറ്റ്, ടെയിൽ, സ്മോൾ എന്നൊക്കെ ഇവിടെ ഉണ്ട്. ബേർഡിന് നേരെ ബേർഡ് എന്ന് ഇവിടെ നിന്ന് എടുത്തെഴുതുക. സ്മോൾ ഉള്ളതിന് എന്താണ്? സ്മോൾ എടുത്തെഴുതുക. ആദ്യത്തത് ഇവിടെ തന്നിട്ടുണ്ട്. ഐ ആം എൻ എലിഫൻറ്റ്, ഞാനൊരു എലിഫൻ്റ് ആണ്. ഐ ആം ബിഗ്, ഞാൻ ബിഗ് ആണ്. അതുപോലെ ഇവിടെ എന്താണ്? ബേർഡാണല്ലേ, ബോക്സിൽ താഴെ ബേർഡ് എന്നാണുള്ളത്. ഞാൻ ആരാണ്? ബേർഡല്ലേ, ഇത് ബേർഡല്ലേ, ഒരു കിളിയാണ്. ഐ ആം എ ബേർഡ് അല്ലേ, ബേർഡ് എന്ന് എടുത്തെഴുതാം. ഐ ഫ്ലൈ ഹൈ, ഞാൻ ഉയരത്തിൽ പറക്കും അല്ലേ. ബേർഡ്സ് ഫ്ലൈ ചെയ്യുകയല്ലേ ചെയ്യുക, പറക്കും. അതൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ബോക്സിലുള്ള ബേർഡ് എന്ന് മാത്രം ഇങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ. ഞാൻ എന്താണ്? എലിഫൻ്റ് ആണെന്ന് എലിഫൻ്റ് പറഞ്ഞു. അതുപോലെ ബേർഡ് എന്ത് പറയണം? ഐ ആം എ ബേർഡ്, ഞാനൊരു ബേർഡ് ആണെന്ന് പറയണം അല്ലേ. ഈ ബോക്സിൽ ബേർഡ് ഉണ്ട്, സ്പെല്ലിങ് നോക്കി BIRD എന്ന് എടുത്തെഴുതുക. നെക്സ്റ്റ് ഡാഷ് ക്യാറ്റ് അല്ലേ, ഞാൻ ക്യാറ്റാണെന്ന് എങ്ങനെ പറയാം? ഇവിടെ ഉണ്ട് ഐ ആം അല്ലേ, ഉണ്ട്, അത് എടുത്തെഴുതുക. ഐ ആം എ ക്യാറ്റ്, ഞാനൊരു ക്യാറ്റാണ്. ഐ ആം എ മൗസ് എന്നുണ്ട്, ഞാൻ മൗസാണ്. അതുപോലെ ഐ ആം എ ക്യാറ്റ്, ഞാനൊരു ക്യാറ്റാണ്. ഐ ലൈക്ക് ഫിഷ്, എനിക്ക് ഫിഷ് ഇഷ്ടമാണല്ലേ, ഐ ലൈക്ക് ഫിഷ്. മൗസ് പറയാണ്, ഐ ആം എ മൗസ്, ഞാനൊരു മൗസാണ്. ഐ ഈറ്റ് അല്ലേ, മൗസ് എന്താണ് തിന്നുക അല്ലേ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ടല്ലേ. ആൻറ്റിനെ തിന്നും ഇല്ല, കോക്കനട്ട് കഴിക്കും അല്ലേ, തേങ്ങ തിന്നും അല്ലേ. അപ്പോൾ കോക്കനട്ട് എന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഐ ഈറ്റ് കോക്കനട്ട്, സ്പെല്ലിങ് നോക്കി എഴുതിയാൽ മതി. ഈ ബോക്സിലുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഐ ഈറ്റ് കോക്കനട്ട്, അല്ലെങ്കിൽ ഫിഷ് കഴിക്കുകയാണെങ്കിൽ ഐ ഈറ്റ് ഫിഷ്. എന്താണോ ഇവിടെ ഉള്ളത് എടുത്ത് എഴുതുക. ഐ ഹാവ് എ ലോങ്, എനിക്കൊരു ലോങ് എന്താണുള്ളത് ഇവിടെ നോക്കുക. ലോങ് ഫിഷ് ആണുള്ളത്, ലോങ് ബേർഡ് ആണോ? അല്ല. ലോങ് ക്യാരറ്റ്, ലോങ് ടെയിൽ അല്ലേ, ഇവിടെ ടെയിൽ മാത്രമാണ് ഒരു വാല് എന്നുള്ളതുള്ളത്. ഐ ഹാവ് എ ലോങ് സ്മോൾ എന്ന് പറയില്ല. ഐ ഹാവ് എ ലോങ് ടെയിൽ, എനിക്കൊരു നീണ്ട വാലല്ല ഉള്ളത്, ടെയിലാണുള്ളത്.
ഐ ഹാവ് എനിക്കുണ്ട്. എ ലോങ് നീണ്ട ടെയിൽ അല്ലേ. അപ്പോൾ ടെയിൽ എന്നുള്ളത് എടുത്തെഴുതുക. ഐ ഹാവ് എ ലോങ് ടെയിൽ. ഇനി ഇതാരാണ്? ആൻഡ് അല്ലേ. ഐ ആം ആൻ ആൻഡ്. ആൻഡ് ഫസ്റ്റ് തന്നെയുണ്ട്. ആ ആൻഡ് ANT എന്ന് എടുത്തെഴുതുക. ഐ ആം ആൻ ആൻഡ്. ഞാൻ ആരാണ്? ആൻഡ് ആണ്, ഉറുമ്പാണ്. ഐ ആം വെരി സ്മോൾ. ഞാൻ വളരെ ചെറുതല്ലേ, ഉറുമ്പ് വളരെ ചെറുതല്ലേ. അപ്പോൾ ഐ ആം വെരി സ്മോൾ എന്നുള്ളത് SMALL. സ്മോൾ എന്നുള്ളത് ഇവിടെ നോക്കി എടുത്തെഴുതുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ വർഷത്തെ 2025-26 ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. നിങ്ങളുടെ പേരുകളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.